മത്തി വറുത്തത് സൂപ്പറാണ്. ഇതിൻ്റെ മസാലക്കൂട്ടാണ് കേട്ടോ അത്രയും ടേസ്റ്റി ആക്കിയത്. അതിന് നമ്മൾ 1 കിലോ മത്തി വാങ്ങി. കണ്ടാൽ നല്ല ഫ്രഷാണ്, നന്നാക്കാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ ചെതമ്പലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ ചെതമ്പൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെതമ്പലൊക്കെ പോയി കിട്ടും. പിന്നെ ഇത് നന്നാക്കാനിരിക്കുമ്പോഴേ താറാവ് കിടന്ന് ഒച്ചപ്പാടും ബഹളാട്ടാ. ഇവർക്ക് ഇതിൻ്റെ വേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഇതേ പലിഞ്ഞീനൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല നല്ല ഫ്രഷാണ്. പിന്നെ നന്നാക്കാനായിട്ട് ചെതമ്പൽ പോകാനായിട്ട് നല്ലോണം ഐസ് പോയാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ താറാവിന് കൊടുത്തു. അതിന് ശേഷം നന്നാക്കി വെച്ച ചാളയിലേക്ക് കുറച്ച് ഉപ്പ്, കല്ലുപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അലമ്പി കഴുകണം. അപ്പോൾ ബാക്കി വന്ന ചെതമ്പലൊക്കെ അങ്ങോട്ട് പോവും. പിന്നെ നമ്മുടെ പറമ്പിലുള്ള പച്ചമുളകും കുരുമുളകും പിന്നെ വേപ്പിലൊക്കെ പറിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചുമന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഇത്രയാണ് കേട്ടോ നമ്മുടെ അരപ്പിന് നമ്മൾ ആദ്യം എടുത്തത്. പിന്നെ ഉണക്ക കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാദ്യം നമുക്ക് പൊടിക്കാം. ഉണക്ക കുരുമുളക് പൊടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടാണെങ്കിൽ പൊടിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളെ കുറച്ച് ചെറുനാരങ്ങ നീരൊഴിക്കണം. അതിന് ശേഷം ഈ അരപ്പൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുക. കണ്ടോ, സൂപ്പറാണ്. ഇതൊന്ന് ട്രൈ ചെയ്യുക.